സാധാരണ 2 വയസ്സുള്ള പിള്ളേരെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കളിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു പ്രായമാണ്. പക്ഷെ ഇവന്റെ കേസിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവന്റെ കഴിഞ്ഞ ജന്മത്തിൽ നടന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇവന്റെ പാരന്റ്സിനോട് ഇവൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാച്ചുറലി ഇവന്റെ പാരന്റ്സ് ഭയങ്കര ഷോക്ക്ഡായി. ആദ്യമൊക്കെ ഇവരൊരു കൊച്ചു പറയുന്ന രീതിയിൽ മാത്രമേ ഇതൊക്കെ എടുത്തുള്ളൂ. പക്ഷെ ഇത് ഇവൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഇവർക്ക് ചെറിയ രീതിയിലുള്ള സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങി. അങ്ങനെ ഇവൻ ഇത്രയും കാലം പറഞ്ഞ കഥകളൊക്കെ ശരിയാണെന്ന് ഇവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇവർക്കൊന്നും പറയാൻ പറ്റിയില്ല. കാരണം വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ കൊച്ചി ഇത്ര നാളായിട്ട് ഇവന്റെ പാരന്റ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ജന്മത്തിൽ ഇവനൊരു വേൾഡ് വാർ 2 പൈലറ്റ് ആയിരുന്നു എന്നും അവിടെ വെച്ച് നടന്ന ഒരു പ്ലെയിൻ ക്രാഷിലൂടെയാണ് ഇവൻ മരിക്കുന്നതെന്നാണ് ഇവൻ ശരിക്കും പറയുന്നത്. ഇതൊക്കെ ഒരു സ്റ്റോറി പോലെ ഏതൊരു ചെറിയ പയ്യനും പറയാൻ പറ്റുമെങ്കിലും കറക്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ പേര് വെച്ചിട്ടാണ് ഈ കൊച്ചി ഇത്രയും നാളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ വ്യക്തി ശരിക്കും ജീവിച്ചിരുന്നതായിട്ടുള്ള ഒരു ഫിസിക്കൽ തെളിവുള്ളതും അതുമാത്രമല്ല ഈ വ്യക്തിയുടെ കൂടെ ജോലി ചെയ്തിരുന്ന ആ ഒരു ക്രൂക്കിടയിൽ മാത്രമുള്ള ഒരുപാട് രഹസ്യങ്ങൾ ഈ കൊച്ചി പറഞ്ഞു കൊടുത്തപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെ ഈ കൊച്ചിന് മനസ്സിലായി എന്നുള്ള ഒരു ചോദ്യം മാത്രമാണ് അവിടെ നിൽക്കുന്നത്. കാരണം വെറും 2 വയസ്സുള്ള ഒരു പയ്യനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇതേപോലെ തന്നെ ഒരുപാട് പ്രൂവൺ ആയിട്ടുള്ള ഇൻസിഡൻസ് നമ്മുടെ ലോകത്തുണ്ട്. അപ്പൊ എന്റെ ഒരു ചോദ്യം എന്താ വെച്ചാൽ ശരിക്കും മരണത്തിന്റെ അർത്ഥം എന്താണ്? പുനർജന്മം എന്ന് പറയുന്നത് ഒരു പ്രൂവൺ ആയിട്ടുള്ള ഒരു സംഭവമാണോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലിനിക്കലി അല്ലെങ്കിൽ സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ ഒരാളുടെ ഹാർട്ട് എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് അപ്പോഴാണ് അദ്ദേഹം മരിച്ചതായിട്ട് കണക്കാക്കപ്പെടുന്നത്. പക്ഷെ ഒരുപാട് സ്റ്റഡീസ് എന്താ പറയുന്നതെന്ന് അറിയും. ഒരാളുടെ ഹാർട്ട് സ്റ്റോപ്പ് ചെയ്താലും അദ്ദേഹത്തിന്റെ കോൺഷ്യസ്നെസ് ഏകദേശം 5 to 10 മിനിറ്റ് വരെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിൽക്കുന്നതാണ് പറയപ്പെടുന്നത്. പക്ഷെ പുതിയ സ്റ്റഡീസ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ മണിക്കൂറുകളോളം ചിലപ്പോൾ ദിവസങ്ങളോളം ആ ഒരു കോൺഷ്യസ്നെസ് അദ്ദേഹത്തിന്റെ ഹാർട്ട് വർക്ക് ചെയ്തില്ലെങ്കിലും ആ കോൺഷ്യസ്നെസ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടാവുന്നതാണ്. ഇത്രയും നേരം ഞാൻ കോൺഷ്യസ്നെസ് എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചു. അപ്പൊ ശരിക്കും എന്താണ് ഈ കോൺഷ്യസ്നെസ്? എന്റെ ശരീരത്തിൽ എവിടെയാണ് ഈ കോൺഷ്യസ്നെസ് നിൽക്കുന്നത്? എന്റെ തലയ്ക്കകത്താണോ, എന്റെ മസിൽസിനാണോ, അതോ എന്റെ ശരീരം മൊത്തമാണോ ഉള്ളത്? അപ്പോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിനെ പറ്റിയിട്ട് യാതൊരു ഐഡിയ ഇല്ലാത്തൊരു ടോപ്പിക്കാണ്. വർഷങ്ങളായിട്ട് ഒരുപാട് സയന്റിസ്റ്റുമാരും ഡോക്ടർമാരും ഈ ഒരു സിമ്പിൾ ചോദ്യത്തിന് പുറകെയാണ്. ഓക്കെ, അതിന് ചെറിയൊരു എക്സാമ്പിളോടെ ഞാൻ പറഞ്ഞുതരാം. എനിക്കിപ്പോ എന്തെങ്കിലും ഒരു തോട്ട് ഉണ്ടായി. ഓക്കെ, എനിക്കിപ്പോ ഈ ഒരു സംഭവം കൈ പിടിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു ചിന്ത, ഒരു തോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു തോട്ട് എന്റെ മനസ്സിൽ വന്നപ്പോൾ എന്റെ ബ്രെയിൻ സിഗ്നൽ നെർവസ് സിസ്റ്റം വഴി എന്റെ കയ്യിലേക്ക് അയക്കും. അങ്ങനെയാണ് ശരിക്കും ഞാൻ ഈ സംഭവം പിടിക്കുന്നത്. അപ്പോ എന്റെ കോൺഷ്യസ്നെസ് ആണ് ശരിക്കും പറഞ്ഞാൽ എന്റെ ഈ തോട്ടിനെ പ്രൊവോക്ക് ചെയ്യിപ്പിച്ചതെന്ന് വേണ്ടി നമുക്ക് പറയാൻ പറ്റില്ലേ. അതായത് നമ്മുടെ കോൺഷ്യസ്നെസ്സും നമ്മുടെ തോട്ട്സും ശരിക്കും വളരെ വളരെ സിമിലർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ കോൺഷ്യസ്നെസ് എവിടെയെന്ന് നമുക്ക് സയന്റിസ്റ്റുമാർക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ തോട്ടിൽ കയറി പിടിച്ചു, അതായത് ചിന്തകളിൽ കയറി പിടിച്ചു. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ചിന്തയോ തോട്ടോ ഉണ്ടാകുമ്പോൾ നമ്മുടെ ബ്രെയിൻ്റെ അകത്ത് ഒരുപാട് നെർവ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ നെർവ്സിന്റെ ഇടയിൽ കൂടെ ഒരു തരത്തിലുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽസ് പാസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ തോട്ട് ശരിക്കും ആക്ട് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഒരുപാട് സ്റ്റഡീസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കോൺഷ്യസ്നെസ്, അതായത് ഞാനാക്കുന്ന ആ ഒരു സംഭവം, അതും നമ്മുടെ തോട്ട്സുമായിട്ട് വളരെ സിമിലർ ആണെന്നാണ് ഒരുപാട് സയന്റിസ്റ്റുമാർ പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരുപാട് ചിന്തകളൊക്കെ വരുന്നില്ലേ? എന്റെ മനസ്സിൽ വരുന്ന ചിന്തകളായിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. ഓരോ ആൾക്കാരും മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും. അപ്പോ എന്നെ കൊണ്ട് ആ ചിന്തിപ്പിക്കുന്ന ആ ഒരു മോട്ടീവ് ശരിക്കും എന്താണ്? അതിനാണ് ശരിക്കും നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന കോൺഷ്യസ്നെസ് എന്റെ ബ്രെയിനിൽ ഇങ്ങനെ ഈക്വലി സ്പ്രെഡ് ആയിരിക്കുകയാണോ? അതായത് എന്റെ ബ്രെയിൻ മുഴുവനും ചേരുമ്പോഴാണ് ശരിക്കും ഞാനാവുന്നത്, അങ്ങനെയാണ് ശരിക്കും ഉള്ളത്? അതോ എന്റെ ബ്രെയിൻ്റെ അകത്തുള്ള ഓരോ സെല്ലിലും ഓരോ നെർവ്സിലും ഓരോ പ്രോട്ടീനിലും ഈ പറയുന്ന കോൺഷ്യസ്നെസ് ഉണ്ടോ? അതായത് ചെറിയൊരു പാർട്ട് പോയി കഴിഞ്ഞാലും എന്റെ ആ ഒരു കോൺഷ്യസ്നെസ് അവിടെ തന്നെ നിൽക്കുമോ? അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇതിന്റെ ഇടയ്ക്കുണ്ട്. പക്ഷെ കോമഡി എന്താ വെച്ചാൽ നമുക്ക് ശരിക്കും ഇതിനെ പറ്റിയിട്ട് അറിയില്ല. അപ്പോഴാണ് നമ്മൾ ശരിക്കും നമ്മുടെ ഹ്യൂമൻസ് ഒരു സ്പിരിച്വൽ ലെവലിലേക്ക് നമ്മൾ ചിന്തിക്കുന്നത്. ഒരുപാട് ആൾക്കാരും ഒരുപാട് ഐതിഹ്യങ്ങളും ഒരുപാട് ബുക്സും ഇതിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റോറിയില്ലേ, ആ സ്റ്റോറിയിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇത് ശരിക്കും ഒരു മിലിറ്ററി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്, നേവലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ്. അത് ഒരു കുക്ഡ് അപ്പ് സ്റ്റോറി ആയിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് മാത്രമല്ല, ഇവിടെ വേറൊരു സംഭവമാണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയിട്ട് തന്നെ റിസർച്ച് ചെയ്യുന്ന ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. അതായത് ഏകദേശം 1970 മുതൽ ഒരുപാട് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പേഷ്യൻസിന്റെ അടുത്ത് അവരെന്താണ് ശരിക്കും ആ ഒരു സമയത്ത് ആ ഒരു മരണത്തിന്റെ ആ ഒരു വക്കിൽ വെച്ച് അവരെന്താണ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഉള്ള ഒരുപാട് റെക്കോർഡ്സ് ഇദ്ദേഹത്തിന്റെ അടുത്തുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു സ്റ്റോറിയും കൂടി ഞാൻ പറഞ്ഞുതരാം. അതിൽ തന്നെ ഒട്ടുമിക്ക പേഷ്യൻസ് പറയുന്ന ഒരു സംഭവമാണ്,
അതായത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവർ കാണുന്നത് ഒരു ഭയങ്കര പ്രകാശം അവർ കാണുന്നത്, ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവം അവർ കാണുന്നതായിട്ട് ഒരു 90-95% ആൾക്കാരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ അത് എന്താണ് എങ്ങനെയാണെന്നൊന്നും ഒരു ഡോക്ടർമാർക്കും ഒരു സയൻസിനും പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് സയൻസിനേക്കാൾ കൂടുതൽ വേറെ എന്തോ ഒരു സംഭവം ഇതിന്റെ പുറയിലുള്ളതായിട്ടാണ് ശരിക്കും എനിക്ക് തോന്നുന്നത്. ബേസിക്കലി ഞാനൊരു സയൻസ് പേഴ്സൺ ആണെങ്കിലും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ ഇങ്ങനെ പസിൽ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കാത്ത പോലത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അതായത് നമുക്കറിയാത്ത അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തോ ഒരു സംഭവം ശരിക്കും ഉള്ളതായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതിപ്പോ എന്റെ മാത്രം തോട്ടാണ്, അത് മറ്റുള്ളവർക്ക് അങ്ങനെ ആവണമെന്നില്ല. ഇതേപോലെ തന്നെ ഒരു ഇൻസിഡന്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു പേഷ്യന്റ് കാർഡിയക് അറസ്റ്റ് ആയിട്ട് അവിടെ ബെഡിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ സംഭവത്തിന് ശേഷം ഈ പേഷ്യന്റിന് ഒരുപാട് ഡോക്ടേഴ്സും ഒരുപാട് നേഴ്സുമാരൊക്കെ വന്ന് ഇങ്ങനെ ചികിത്സിക്കുകയും എങ്ങനെയെങ്കിലും ഒന്ന് ഈ പുള്ളിനെ റിവൈവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങളൊക്കെ ശ്രമിച്ചു. അങ്ങനെ അവസാനം ഈ പേഷ്യന്റിനെ ബാക്ക് ടു നോർമൽ, അതായത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും സാധിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഷോക്കിംഗ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് അറിയാം. ഈ പേഷ്യന്റിന്റെ ഹാർട്ട് സ്റ്റോപ്പ് ആയി നിന്ന സമയത്ത്, അതായത് ക്ലിനിക്കലി അല്ലെങ്കിൽ മെഡിക്കലി മരിച്ചു എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഇവർക്കിടയിലുള്ള സംഭാഷണങ്ങൾ, അതായത് ഡോക്ടർമാരും നേഴ്സുമാരും തമ്മിലുള്ള സംഭാഷണങ്ങളും, അതുമാത്രമല്ല എന്തൊക്കെയാണ് ഈ ഡോക്ടർമാർ ചെയ്തത്, എന്തൊക്കെയാണ് ഈ നേഴ്സുമാർ ചെയ്യുന്നത്, ആരൊക്കെ ആ റൂമിൽ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള എല്ലാ കാര്യം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഈ ഇവിടെ കിടന്നിരിക്കുന്ന ആ പേഷ്യന്റിന് കാണാൻ പറ്റിയെന്നാണ് ശരിക്കും ഈ പേഷ്യന്റ് പറയുന്നത്. അപ്പോ ഇതിന് വേറൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അതായത് ഒരു ഹാലുസിനേഷൻ ആയിരിക്കാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ട് സ്റ്റോപ്പ് ആയെങ്കിലും അതിന്റെ അർത്ഥം നമ്മുടെ ബോഡി കംപ്ലീറ്റ്ലി ഇങ്ങനെ സ്വിച്ച് ഇട്ടോടെ പെട്ടെന്ന് ഓഫ് ആവുന്നതെന്നല്ല. നമ്മുടെ ശരീരത്തിലത്തെ ഓരോ സാധനങ്ങളും ഇങ്ങനെ പയ്യാണ് ശരിക്കും ഓഫായി പോകുന്നത്. അതിന്റെ ഏറ്റവും അവസാനം ഓഫ് ആവുന്നതാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് ആൾക്കാർ വിശ്വസിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കോൺഷ്യസ്നസും കാര്യങ്ങളൊക്കെ ഇതിന്റെ അകത്താണ് ശരിക്കും ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കാം നമ്മൾ ചിലപ്പോ നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ മുൻകൂട്ടി അറിയാൻ പറ്റുമായിരിക്കാം. അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഡോക്ടേഴ്സും നേഴ്സുമാരൊക്കെ ഇങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്നായിരിക്കും ചിലപ്പോ ഇങ്ങനെ പറയുന്നതായിരിക്കാം. പക്ഷെ ഇത് 1-2 എൻകൗണ്ടേഴ്സ് ഒന്നല്ല, ലക്ഷക്കണക്കിന് വൈൽഡ് ആയിട്ടുള്ള എൻകൗണ്ടേഴ്സ് ഉണ്ട്. ഇങ്ങനെ സംഭവിച്ചതായിട്ടും ഇങ്ങനെ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരുടെ ഫയൽസ് ശരിക്കും ഉണ്ട്. അപ്പോ വേറൊരു സ്റ്റോറിയും കൂടി ഞാൻ പറഞ്ഞുതരാം. അത് കേട്ടാൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊരു കൺഫ്യൂഷൻ വരും. ഇപ്പൊ പറഞ്ഞ ഇൻസിഡന്റ് ഇല്ലേ, അതായത് കാർഡിയക് അറസ്റ്റിന്റെ ഒരു ഇൻസിഡന്റ് ഇല്ലേ, അതായത് ഹാർട്ട് അറ്റാക്ക് വരുന്ന ആൾക്കാർക്ക് നമ്മൾ CPR അല്ലെങ്കിൽ എന്തെങ്കിലും ഷോക്ക് ഒക്കെ കൊടുക്കുമ്പോൾ ആ ഹാർട്ടിനെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പുനർജന്മം അല്ല ശരിക്കും അത് കിട്ടുന്നത്. അതായത് മെഡിക്കലി അല്ലെങ്കിൽ ക്ലിനിക്കലി ഹാർട്ട് നിന്നാലാണ് ഒരാൾ മരിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹാർട്ടിനെ റീസ്റ്റാർട്ട് ചെയ്യിപ്പിക്കാൻ ഒരു ഡോക്ടർക്ക് കഴിയുന്നുണ്ട്. അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഒരു ഡോക്ടർ ഒരു പേഷ്യന്റിന് ഒരു സെക്കൻഡ് ലൈഫ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ചാൻസ് അല്ലേ ശരിക്കും കൊടുക്കുന്നത്. ഇതിപ്പോ എനിക്ക് തോന്നിയ കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കേട്ടോ. ഇതേപോലെ തന്നെ കാർഡിയക് അറസ്റ്റിലേക്കുന്ന ഒരുപാട് പേഷ്യൻസിന് ആ ഡോക്ടർമാർ അവിടെ സംസാരിക്കുന്ന സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ ശരിക്കും വ്യക്തമായിട്ട് കേൾക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോ ഒരു ഹാർട്ട് വർക്ക് ചെയ്യുന്നില്ല, ഒരു വ്യക്തിയുടെ ഹാർട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് ആ സംഭവമൊക്കെ കേൾക്കാൻ കഴിയുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അത് എന്റെ ബയോളജിയുടെ ഒരു നോളജ് ലെവൽ കുറവായതുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ചെറുപ്പം പോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ് ബയോളജി. അത് മാക്സിമം ഞാൻ പഠിച്ചെടുക്കാനും നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു സംഭവത്തിന് ആസ് എ പേഴ്സൺ എനിക്ക് ശരിക്കും ഒരു എക്സ്പ്ലനേഷൻ തരാൻ കഴിയില്ല. ഈ വീഡിയോ കാണുന്നതിൽ ഡോക്ടേഴ്സോ മെഡിക്കൽ രംഗത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സംഭവങ്ങളൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ നോക്കാം. അപ്പൊ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അതായത് ബ്രൂസ് ഗ്രേസൺ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഫസറിന്റെ ലൈഫിൽ ഒരുപാട് നിയർ ഡെത്ത് എക്സ്പീരിയൻസസിന്റെ സ്റ്റോറീസ് ഉണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ വൺ ഓഫ് ദ ഫാസിനേറ്റിംഗ് സ്റ്റോറീസ് ആയിരിക്കും ഞാനിപ്പോ പറയാൻ പോകുന്നത്. ജാക്ക് എന്ന പേരുള്ള 21 വയസ്സുള്ള ഒരു പയ്യന് എന്തോ കാരണത്താൽ ഹോസ്പിറ്റലൈസ്ഡ് ആയി. ഓക്കെ, അപ്പോ ഈ പയ്യനെ നോക്കിയിരുന്ന ഒരു നേഴ്സ് ഉണ്ട്. ഈ നേഴ്സിന്റെ പേരാണ് ആനി. ഈ നേഴ്സാണ് കുറെ കാലങ്ങളായിട്ട് ജാക്കിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഒരു ദിവസം ഈ നേഴ്സ് ജാക്കിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അതായത് ഞാൻ ഒരാഴ്ച ലീവ് എടുക്കും, അപ്പൊ എനിക്ക് പകരം വേറെ നേഴ്സുമാരായിരിക്കും ജാക്കിന്റെ കാര്യങ്ങൾ നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഈ നേഴ്സിന്റെ വഴിക്ക് പോയി. അങ്ങനെ ഈ നേഴ്സ് പോയതിനു ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ജാക്കിന് ഒരു കാർഡിയക് അറസ്റ്റ് വരികയും ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ് പോലത്തെ ഒരു സംഭവം ജാക്കിനെ എക്സ്പീരിയൻസ് ചെയ്തു. അവിടെ വെച്ച് ജാക്കിന് എക്സ്പീരിയൻസ് ചെയ്ത സംഭവം എന്താണെന്ന് അറിയാം. അതായത് ജാക്ക് ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു മൈതാനത്ത് എത്തിപ്പെട്ടു. ഓക്കെ, അവിടെ വെച്ച് ഈ പറയുന്ന ആനി നേഴ്സിനെ ജാക്ക് കണ്ടു. അതായത് ആനി നേഴ്സ് ജാക്കിനെ പുറകിൽ തോണ്ടി വിളിക്കുന്നതായിട്ടാണ് ജാക്ക് കണ്ടത്. അപ്പോ അവിടെ വെച്ച് ആനി നേഴ്സ് ജാക്കിനോട് പറഞ്ഞ എന്താണെന്ന് അറിയാം,
നിനക്ക് ഇപ്പോൾ ഇവിടെ വരേണ്ട സമയമായിട്ടില്ല, നീ നിന്റെ ശരീരത്തിലേക്ക് തിരിച്ചു പോ. അതോടൊപ്പം തന്നെ ആനി നേഴ്സ് വേറൊരു കാര്യം കൂടി പറഞ്ഞു. അതായത് ആനി നേഴ്സിന്റെ പാരന്റ്സിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നുള്ളതും ആനി നേഴ്സ് ഒരു ചുവന്ന കാർ ഇടിപ്പിച്ചതിൽ ആനി നേഴ്സിന്റെ പാരന്റ്സിനോട് സോറി പറയുന്നതായിട്ടും ഈ ആനി നേഴ്സ് ജാക്കിനോട് ഈ ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസിൽ പറയുകയുണ്ട്. അതിനുശേഷം ജാക്കിന്റെ ശരീരത്തിൽ പോയതായിട്ടാണ് ജാക്ക് പറയുന്നത്. അതിനുശേഷം ജാക്കിന് ബോധം വന്ന സമയത്ത് ആദ്യം കണ്ട നേഴ്സിനോട് ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ കേട്ടിരുന്ന നേഴ്സ് വളരെ അപ്സെറ്റ് ആയിട്ട് ഈ ഒരു റൂമിൽ നിന്ന് അങ്ങനെ ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. ശരിക്കും സംഭവം എന്താ വെച്ചാൽ, ഈ പറയുന്ന ആനി നേഴ്സ് ജാക്കിനെ വിട്ടുപോയി എന്ന് പറഞ്ഞില്ലേ, അതായത് ഒരാഴ്ചത്തെ ലീവ് എടുത്ത് പോയി എന്ന് പറഞ്ഞില്ലേ, ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ആ ബർത്ത്ഡേക്ക് വെച്ചിട്ട് ആനി നേഴ്സിന്റെ പാരന്റ്സ് ഗിഫ്റ്റ് ചെയ്തത് ഒരു റെഡ് കളർ കാറായിരുന്നു. അപ്പോൾ ഈ കാർ കിട്ടിയ എക്സൈറ്റ്മെന്റിൽ പുള്ളിക്കാരി ആ വണ്ടി എടുത്തിട്ട് ഒന്ന് ചുറ്റാൻ പോയതാണ്. ഓക്കെ, പക്ഷെ കഷ്ടകാലത്തിന് ആ വണ്ടിയുടെ ബാലൻസ് കൺട്രോൾ തെറ്റിയിട്ട് ഒരു പോസ്റ്റിനെ പോയി ഇടിക്കുകയും ആനി നേഴ്സ് സ്പോട്ടിൽ മരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആനി നേഴ്സ് മരിച്ചതിന് ശേഷമാണ് ശരിക്കും ജാക്കിന് കാർഡിയാക് അറസ്റ്റ് വരികയും ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉണ്ടാവുകയും ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ ഒരു ചോദ്യം എന്താ വെച്ചാൽ, ഇത് തെറ്റായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ഒരു പ്രൊഫസർ പറയുന്ന അദ്ദേഹത്തിന്റെ കരിയറിൽ ഉണ്ടായ ഒരുപാട് ഇൻസിഡൻസിന്റെ ഒരു സ്റ്റോറിയാണ് ഞാനിപ്പോ പറഞ്ഞത്. അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ ഓക്കെ, ഇതൊക്കെ ഒരു സ്റ്റോറി ആയിട്ട് ആൾക്കാർ വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കം പറഞ്ഞ പോലെ തന്നെ എന്തോ ഒരു സംഭവം നമുക്ക് നമ്മുടെ സയൻസിന് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തോ ഒരു സംഭവം ശരിക്കും നമ്മുടെ ചുറ്റുപാടുണ്ട്, നമ്മുടെ ചുറ്റിനും ഉണ്ട്. ഓക്കെ, അപ്പോ അത് എന്താന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല. അപ്പോ ഇവിടുത്തെ ഈ ഒരു സ്റ്റോറിയിൽ നിന്നും ഞാൻ നേരത്തെ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഒരു സ്റ്റോറിയിൽ നിന്നും ഒരു ചോദ്യമാണ് ശരിക്കും നിൽക്കുന്നത്. ശരിക്കും നമ്മുടെ കോൺഷ്യസ്നെസ് എന്താണ്? ഈ നമ്മുടെ പുരാണങ്ങളിലും ഹിന്ദു പുരാണങ്ങളിലും മെയിൻ ആയിട്ട് അങ്ങനെയുള്ള ഈ ആത്മാക്കൾ എന്ന് പറയുന്ന സംഭവം ശരിക്കും ഉള്ളതാണ്, സ്പിരിറ്റ് ശരിക്കും ഉള്ളതാണ്. അപ്പോ നമ്മൾ ഒരാൾ മരിക്കുകയാണെങ്കിൽ, ഞാനിപ്പോ മരിച്ചു എന്ന് വെച്ചോ, എന്റെ ആ ഒരു ആത്മാവ് അല്ലെങ്കിൽ എന്റെ ആ ഒരു എനർജി വേറൊരു ശരീരത്തിലേക്ക് പോകുമോ? അതിപ്പോ മനുഷ്യജന്മം തന്നെ ആവണമെന്നില്ല, പട്ടി ആയിക്കോട്ടെ, പൂജ ആയിക്കോട്ടെ, വേറെ ഏതെങ്കിലും ശരീരത്തിലേക്ക് പോകുമോ? അപ്പോ അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെയുള്ള ഇൻസിഡൻസ് കേട്ട് കഴിയുമ്പോൾ എനിക്ക് ചോദിക്കാൻ തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ സ്പിരിച്വലി, അതായത് ആത്മീയമായിട്ട് ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. സയന്റിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല എയ്ത്തിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തും ചോദിച്ചിട്ടുണ്ട്. ഈ 3 കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ അടുത്തും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 3 പേരും 3 ഉത്തരങ്ങളാണ് തരുന്നത്. പക്ഷെ ആർക്കും തന്നെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം തരാൻ പറ്റില്ല, സ്പിരിച്വലി ചിന്തിക്കുന്ന ആൾക്കാരെ ഒഴിച്ച്. അവര് ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ തരുന്നുണ്ട്. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മിക്കവരും തന്നെ സയൻസിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ സയൻസിലേക്ക് വിശ്വസിക്കുന്നുണ്ട്. അതായത് ദൈവം ഇല്ല എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. ഞാൻ എന്റെ കഴിഞ്ഞ 1-2 വീഡിയോസിന്റെ അകത്തും അങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ ശരിക്കും വീഡിയോ പ്രസന്റ് ചെയ്തത്. അപ്പൊ ഇങ്ങനെയുള്ള റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് ഒക്കെ നമ്മുടെ മുന്നിലേക്ക് നിൽക്കുമ്പോൾ ശരിക്കും എന്തായിരിക്കും ശരിക്കും ഇതിന്റെയൊക്കെ ഒരു മീനിങ്? പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഒരിക്കലും ഒരാൾക്കും ഈ ഒരു സംഭവം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അത് ഒരാൾ ശരിക്കും അനുഭവിച്ചറിയേണ്ട ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സംഭവത്തിനെ പറ്റി തോന്നുന്നത്? അത് മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.